ഗുഡ് മോർണിംഗ് അമേസിംഗ് ഇൻഫിനിറ്റി ഫാമിലി. ഞാൻ വീണ്ടും എൻ്റെ 8ാമത്തെ ഫോർട്ട്നൈറ്റ് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോ കോലാലംപൂരിലുള്ള ലീഡർഷിപ്പ് ക്യാമ്പിന് വന്നാണ്. 16 ദിവസമായിട്ട് യാത്രയിലായിരുന്നു. ബാങ്കോക്കിൽ നിന്ന് പട്ടായക്കും. അവിടെ രണ്ടിടത്തും ചീഫ് ഉണ്ടായിരുന്നു. ഭയങ്കര ലേണിങ്സ് ആയിരുന്നു. ക്ലബ് വെലോസിറ്റി ഉണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും അവിടുന്ന് ബാങ്കോക്ക് വന്ന് ചീഫിനും ജെആറിന്റെ കൂടെ ടൈം ഉണ്ടായിരുന്നു. അതിന് ശേഷം വീണ്ടും ഫുഡ്കെറ്റിക്ക് തന്നെ പോയി, വീണ്ടും ക്ലബ്സ് വെലോസിറ്റി. ഇതിനൊക്കെ ശേഷം തന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞാൽ, ഞാൻ അവിടെ പോകുമ്പോൾ, അവിടെ ഒരു VIP ആയിട്ട് പോകുമ്പോഴൊക്കെ സ്പീക്കറായിട്ടാണെങ്കിലും അവിടുന്ന് എനിക്ക് സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയിലാണ് ഞാൻ വരണേ. എനിക്ക് സ്വന്തമായിട്ട് തന്നെ നല്ല എനർജിയാണ് കിട്ടുന്നത്. ഇന്നെ തന്നെ ഞാൻ പുഷ് ചെയ്യണം പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ആ ഈവന്റുകൾക്ക് ശേഷം. ഇത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എഫക്ട് ചെയ്ത് എനിക്കറിയില്ല, പക്ഷെ ഇത്ര സെയിം എനർജി കിട്ടിയിട്ടുണ്ടോന്ന്. പഴയവരാണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും ബിസിനസ്സിൽ ഈ അസോസിയേഷൻ ഭയങ്കര ചേഞ്ചസ് ആണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഇങ്ങനത്തെ ഡ്രൈവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗം ആവണം. എന്തായാലും നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ അതിലുണ്ട്, അതിന് ക്വാളിഫൈ ആവണ്ടെന്നുള്ളത്. എന്നിട്ട് വരണം. എന്നിട്ട് ആ ഒരു എനർജിയും അറിവും നമ്മൾ നേടിയെടുക്കണം. എന്നിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഈ ഒരു ഫോർട്ട്നൈറ്റ് മെസ്സേജ് 8 എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ദിവസങ്ങളിൽ ഇതൊരു റാങ്ക് അഡ്വാൻസ്മെന്റിന്റെ കാര്യം. പുതിയ റാങ്ക്, സഫയർ, പുതിയ ഡയമണ്ട്, പ്ലാറ്റിനം, അതേമാതിരി പുതിയ ബ്ലൂ ഡയമണ്ട് തന്നെ റാങ്ക് വന്നിട്ടുണ്ട്. എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കും. ആ ഫസ്റ്റ് വീക്കിൽ തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഞാൻ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയെന്നാണ്, ലീഡേഴ്സിന്റെ അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞാല്, പുതിയ ആൾക്കാർ ഉള്ളവരോടൊക്കെ പറയാനുള്ളത്, ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, കൂടുതൽ ആളുകളും അവർ പ്ലാൻ ചെയ്യും. അടുത്ത റാങ്കിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള. ഞാൻ ഇന്നെ നോക്കുമ്പോ, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന, ഞാൻ ഒരു റാങ്കിന് വേണ്ടിയിട്ട് ഗൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് മുകളിലുള്ള റാങ്കിനെ കുറിച്ച് നോക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡയമണ്ടും പ്ലാറ്റിനും ലോഞ്ച് ചെയ്തപ്പോ ഞാൻ ഡയമണ്ടിനാണ് ഗൺ ചെയ്തത്. ഒരു എഫേർട്ട് ഇല്ലാതെ പ്ലാറ്റിനത്തേക്ക് എത്തും. ഞാൻ ഡയമണ്ട് മാത്രമാണ് നോക്കുന്നത്. അതിന്റെ അപ്പൊ പ്ലാനിങ്ങുള്ള ഡയമണ്ടിലുള്ള എല്ലാ പ്ലാനിങ്ങുമാണ് നടക്കുക. ഇപ്പൊ പുതിയ ബ്ലൂ ഡയമണ്ട്, അപ്പൊ ഞാന് ഡയമണ്ടിന് പുതിയ ക്രൈറ്റീരിയ ഉള്ളത്. ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്യണതിന് പകരം ഞാൻ ഒറ്റ കാര്യം, ബ്ലൂ ഡയമണ്ട് അച്ചീവ് ചെയ്യാന്നുള്ള ഗോൾ മാത്രമാണ്. അത് അതിനുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നടക്കും. ഓൾറെഡി ഈ ഡയമണ്ട് മെയിൻ്റെനൻസ് നടക്കും. ഞാനിപ്പോ ആളുകൾ സഫയറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരോട് പറയാനുള്ളത്, സഫയർ നോക്കല്ലേ, മൈന്യൂട്ടായിട്ട് പ്ലാറ്റിനത്തിന് വേണ്ടിയിട്ട് കാണിച്ചേ. സഫയർ നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി മുന്നേ സംഭവിക്കും. എന്താ സംഭവിക്കുന്നത്? നിങ്ങള് അപ്പൊ കുറെ കാലത്ത് ലോങ് ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. സഫയർ സംഭവിക്കും. നിങ്ങൾ ഡയമണ്ടിന് പോവാണ്, പ്ലാറ്റിനത്തിന് ഡയമണ്ടിന് പോവാണ്, അല്ലെങ്കിൽ സഫയറിന് പ്ലാറ്റിനക്ക് പോവാണ്. നിങ്ങൾ ഓർഗനൈസേഷനിൽ ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്യണം. നമ്മൾ സഫയർ ആവണതിന് മുന്നേ തന്നെ പ്ലാറ്റിനത്തിന് വർക്ക് ചെയ്യുന്ന ഒരു കൾച്ചർ ഉണ്ടാവണം. ഒരു കൾച്ചർ ഉണ്ടാവാൻ സമയമെടുക്കും. നിങ്ങൾക്ക് കുറെ പ്ലാറ്റിനത്തിന് കുറെ സഫയറുകൾ വേണമല്ലോ. ഇത് പഴയ ആൾക്കാരോട് മാത്രമല്ല പുതിയവരോടും പറയാനുള്ളത്, സഫയർ, ഡയമണ്ട്, പ്ലാറ്റിനം ഒക്കെ, LS, LDC, CTC ആണെങ്കിലും നിങ്ങൾ പുതിയതാണെന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും LSന് വേണ്ടി കൺ ചെയ്യരുത്. നിങ്ങൾ LDCക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം, മൈന്യൂട്ടായിട്ട് അതിന് പ്ലാൻ ചെയ്യാം. അത് LSന് ക്വാളിഫൈ, അപ്പൊ നിങ്ങളെ പത്തുമ്പോൾ LS കംഫർട്ടായിട്ട് നിങ്ങൾക്ക് LDC ഫിനിഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ 6 മാസത്തെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഫയറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. LDC ആണെങ്കിലും CTC ആണെങ്കിലും നിങ്ങളിപ്പോ സഫയറിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്, നിങ്ങൾ LDC CTC ബൈ ഡിഫോൾട്ട് ആയിട്ട് ആവും. ഒരു ബെഞ്ച് മാർക്കിനെക്കാട്ടി കുറച്ചും കൂടി ഹൈ ആയിട്ട് കണക്കൂട്ടുക. നിങ്ങൾ നെക്സ്റ്റ് ഗോളിനെക്കാട്ടി ഹൈ മുകളിലേക്ക് നോക്കുക. അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് കാണും. അത് അച്ചീവ് ചെയ്തതിന് ശേഷം നിർത്തരുത്.
നിങ്ങൾ നിങ്ങൾ അതിന്റെ മുകളിലുള്ളതിനെ കുറിച്ച് ഗൺ ചെയ്യണം. അത് സംഭവിക്കും. അതിനെക്കാട്ടും വലുത് സംഭവിക്കുന്നത് ഓൾറെഡി താഴെയുള്ളതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, അടുത്ത അച്ചീവ്മെന്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ചെക്ക് ചെയ്യാം. എല്ലാവരും പുതിയ ആൾക്കാരാണെങ്കിൽ പഴയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുണ്ടോ അടുത്ത മൈൽ സ്റ്റോൺ നിങ്ങൾക്ക് റെഡി ഉണ്ടോ? അടുത്ത ബെഞ്ച് മാർക്ക് നിങ്ങൾക്ക് റെഡി ഉണ്ടോ? നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് അതോ വീക്ക് ബൈ വീക്ക് ആയിട്ട് പോവാണ്? ഓക്കെ, തീർച്ചയായിട്ടും വീക്ക് ബൈ വീക്ക് ആയിട്ടുള്ള ഷോർട്ട് ടൈം ഗോളുകൾ വേണം. പക്ഷെ അത് മിഡ് ടൈം ഗോളിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ടോ? അതാവണം നിങ്ങളെ റാങ്ക്. നിങ്ങൾക്ക് ഇൻകം തരല് മാത്രല്ല, അത് ഒരു കാര്യം കൂടി അതിൽ ഫുൾഫിൽ ചെയ്യണ്ടേ. നമുക്ക് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞ സംഭവം ആളുകൾ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് തീർച്ചയായിട്ടും പൈസക്ക് വേണ്ടിയിട്ട്, രണ്ടാമത്തെ റെക്കഗ്നീഷനും. ആൾക്കാർ പറയുന്നുണ്ട് അത് ഞാൻ റെക്കഗ്നീഷന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അത് പറയുന്നത് കളവാണ്. അത് റെക്കഗ്നീഷൻ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നമ്മളെ ഒരു ടൈമിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ജോബിലൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും അടുത്ത ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് റാങ്ക് അഡ്വാൻസ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാറുണ്ടോ? LDC CTC ആണെങ്കിലും നിങ്ങൾ അടുത്ത മൈൽ സ്റ്റോണിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യുന്നില്ല, അതൊരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യണം, വളരെ മൈന്യൂട്ട് ആയിട്ട് പ്ലാൻ ചെയ്യണം, ഡെയിലി ബേസിസ് ആയിട്ട്. നിങ്ങൾ അതിൽ ഫോക്കസ്ഡ് ആവണം, അത് നല്ല ഷാർപ്പായിട്ട് ഫോക്കസ് വേണം, എന്നാലേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുകളിലുള്ള ഹൈ ആയിട്ടുള്ള പ്ലാൻ ചെയ്യാം, അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറും. നിങ്ങൾ സഫയറിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സഫയറിനെ കുറിച്ച് ചിന്തിക്കരുത്, സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ക്രേസി ആയിട്ട് പ്ലാറ്റിനത്തിന് വേണ്ടി ഗൺ ചെയ്യാം. സഫയർ വളരെ പെട്ടെന്ന് സംഭവിക്കും. സഫയർ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വഴി ഉണ്ടാവുള്ളൂ പിന്നെ പ്ലാറ്റിനത്തേക്ക്. നിങ്ങളെ പ്ലാറ്റിനം ഓൾറെഡി നിങ്ങൾ ബിൽഡ് ആയിട്ടുണ്ടോ, നിങ്ങൾ ഓൾറെഡി സഫർ ആയിട്ടുണ്ട്. നിങ്ങൾ അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ഡയമണ്ടിന് വേണ്ടി നോക്കുക. ഒരു കാര്യങ്ങൾ ഷിഫ്റ്റുകൾ നടക്കാനുണ്ട്, ഡയമണ്ട് ആവണമെന്നുണ്ട്. പ്ലാറ്റിനം വളരെ പെട്ടെന്ന് സംഭവിക്കും. നിങ്ങൾ ദാഹത്തിന് വേണ്ടി നിങ്ങൾ കുഴിച്ചെടുക്കരുത്, കളച്ചോണ്ടിരിക്കരുത്. അതിന് പകരം പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെ റാങ്കിന്റെയും റെക്കഗ്നീഷന്റെയും പൈപ്പ് ലൈനുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഇത് അടുത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഹയർ ബെഞ്ച് മാർക്ക് എപ്പോഴും വേണം, അതിൽ ഫോക്കസ് ചെയ്യാം. നല്ല ഷാർപ്പ് മൈന്യൂട്ട് ആയിട്ട് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം. അവരെ ഹെൽപ്പ് ചെയ്യാം, അവരെ അച്ചീവ് ചെയ്യാൻ, അടുത്ത മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളെ ബെഞ്ച് മാർക്ക് ഓൾറെഡി ഫുൾഫിൽ ചെയ്തോളും. വീണ്ടും എനിക്ക് ഒരൊട്ടം കൂടി നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളെ നെക്സ്റ്റ് റാങ്ക് എന്താ? നിങ്ങൾക്കറിയോ എപ്പോഴാണ് നിങ്ങളത് ഫിനിഷ് ചെയ്യാം? നിങ്ങൾ ഈസി ആയിട്ടുള്ള നിങ്ങളെ തൊട്ട് മുന്നിലുള്ള ആളെ നോക്കണത്, അതോ അതിന്റെ ഹയർ വണ്ണാണ്, അതിന്റെ മുകളിലുള്ളതാണ് നിങ്ങൾ നോക്കണത്? മൈൽ സ്റ്റോൺ ആണെങ്കിലും പുതിയ ആൾക്കാരോട്, നിങ്ങൾ പുതിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് LDCക്ക് ക്വാളിഫൈ ആവാൻ നിങ്ങൾക്കറിയോ? നിങ്ങൾ 20 DR എന്നൊക്കെ ചെയ്യാൻ നിങ്ങൾക്കറിയോ? നിങ്ങൾ 20 DR ഗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ LSന് ക്വാളിഫൈ ആവും, LDCക്കും ക്വാളിഫൈ ആവും, CTCക്കും ക്വാളിഫൈ ആവും ബൈ ഡിഫോൾട്ട് ആയിട്ട്. ആ സമയം നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ 20 DR ആവുമ്പോൾ നിങ്ങൾ സഫയർ ആവാൻ തയ്യാറായിട്ടുണ്ടാവും. കൂടുതൽ ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കണില്ല. എല്ലാം ഒരു ഡിസയറിന് പുറത്താണ് സംഭവിക്കുക. ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടോ അവിടെ എത്താനുള്ള? അതൊരു വെറുതെ വിഷ്വൽ തോട്ടാണോ? വിഷ്വൽ തോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ദിവസങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. അത് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കണം. അത് വിഷാവരുത്, അതൊരു ഗോൾ ആവണം, ബേണിംഗ് ഡിസയർ ആവണം. ആ ഡിസയർ എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. വീക്കോൺ സ്റ്റേജ് പോകുമ്പോൾ ആൾക്കാർ ഞാനിവിടെ ഉണ്ടാവണം സ്റ്റേജിൽ കാണുമ്പോ നമ്മളെ പിന്നെ അവിടെ വീക്കോൺ കാണും, പിന്നെ അത് മറന്നു. നിങ്ങൾ അതിനോട് വളരെ ക്ലോസ് ആയിട്ട് ആ ഡിസയറിനോട് നമ്മളെ ഹൃദയത്തിൽ നിന്ന് അതിന് ക്ലോസ് ആവണം. അതിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യും. നിങ്ങൾ സ്റ്റേജിൽ കയറുന്നത്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ബാക്ക്വേർഡ് റിവേഴ്സിൽ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ അപ്ലൈന്റെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഒറ്റ ഫോക്കസ് ഉണ്ടായാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു പ്രയാസം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എന്ത് റാങ്കിലാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ ടൈറ്റിൽ ആണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ എന്റെ ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗോളായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം,
അതിനുശേഷം കുറച്ച് വർഷത്തിന് ശേഷം ഗോൾ ഇല്ലാന്ന് നിങ്ങളുടെ എനർജി പോകും. നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ട് ഗോൾ എനിക്ക് എത്തിപ്പെടാനുള്ള ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോഴും ഉണ്ട് ഗോള്, നിങ്ങൾക്ക് വേറെ എനർജി ആയിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ആ എക്സൈറ്റ്മെന്റ് എനർജി നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും നല്ല ഹെൽപ്പ് ചെയ്യും. വീണ്ടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ്, നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്കൊരു ഡിസയർ ഉണ്ടോ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള? എന്താണ് നിങ്ങൾ അടുത്ത ഗോള്? റാങ്കിന്റെ കാര്യത്തിലാണെങ്കിലും റെക്കഗ്നീഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റോഡ് മാപ്പിന്റെ കാര്യം എന്താണ്, LDC, CTC, ISB എന്താണെങ്കിലും നിങ്ങളത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എല്ലാ ആഴ്ചയിലും? നിങ്ങൾ ട്രാക്ക് ചെയ്യണ്ടോ? ഞാൻ അപ്ലൈനോട് പറയാം എനിക്ക് പോകണം എന്ന് പറയണോ? നിങ്ങൾ ശരിക്കും നിങ്ങളത് സ്വന്തമാക്കിയിട്ടുണ്ടോ? ആ ഡിസയർ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടോ? ആഴ്ചയിൽ നിങ്ങളത് നിങ്ങൾ ആ വീക്കിൽ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് സംസാരിക്കും. നിങ്ങൾ ഡിഫിക്കൽട്ട് പ്രയാസപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് സംസാരിക്കും, അതിന് ഹെൽപ്പ് കാര്യങ്ങൾ ചോദിക്കും. അപ്ലൈൻ ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ പോകുന്നു എന്ന് പറയും. ഞങ്ങളോട് ചോദിക്കുന്നത് LDCക്ക് മുകളിലുള്ളവർ, നിങ്ങൾക്ക് ISBക്ക് പോകാൻ പറ്റും, നിങ്ങൾ ഇൻകം കൂട്ടാൻ പറ്റും, നിങ്ങളുടെ ടീമിനെ ഗ്രോ ചെയ്യാൻ പറ്റും. ISB ആണെങ്കിലും സഫയർ ആണെന്നുണ്ടെങ്കിലും പ്ലാറ്റിനം ആണെന്നുണ്ടെങ്കിലും ഡയമണ്ട് ആണെങ്കിലും നിങ്ങൾക്കറിയാം എപ്പോ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുള്ള. നിങ്ങൾ അത് വിഷ്വലൈസ് ചെയ്യണം എന്നും, നിങ്ങൾ അത് ഡെയിലി ട്രാക്ക് ചെയ്യുന്നു. ഒരിക്കലോ 2 പ്രാവശ്യം എന്നല്ല, അത് നിങ്ങൾ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങൾ തൊട്ടടുത്ത് ഈസി ഉള്ളതാണോ നിങ്ങൾ ചെയ്യണേ, അതോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി മുകളിലുള്ളതാണോ നിങ്ങൾ ഗൺ ചെയ്യണേ? നിങ്ങൾ ചെക്ക് ചെയ്യാം. നിങ്ങൾ അപ്ലൈന് അറിയാം നിങ്ങൾ എപ്പോഴാണ് അവിടെ എത്തുക, നിങ്ങളെ ഡിസയർ, നിങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഡിസയർ ആണ് എന്നുള്ളത് നിങ്ങളെ പുതിയ ടൈറ്റിലാണ്. ISB ആണെങ്കിലും നിങ്ങൾ ട്രെയിനിങ് ആണ്, ക്യാമ്പ് ആണ്, CTC ആണെങ്കിലും ഒക്കെ. പുതിയ ആൾക്കാർക്ക് 20 DR, പുതിയ ആൾക്കാർ നിങ്ങൾ 7 DR, LS ഇതൊന്നും ചിന്തിക്കരുത്. 13-14 DR അല്ല, 20 DR ഗൺ ചെയ്യാം. അതിനു വേണ്ടി പോവാ. LSC, LDC, CTC എല്ലാം എന്ന് പറയുമ്പോൾ സംഭവിക്കും. കോൺസെൻട്രേറ്റ് ഫോക്കസ് ചെയ്യുക, അതിന് ആ ഡിസയർ ഉണ്ടാവുക, അത് എത്രയും പെട്ടെന്ന് സംഭവിക്കും. അതൊരു പ്രോപ്പറായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തോണ്ട് ഡെയിലി ആഴ്ചയിലൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അപ്ലൈന്റെ കൂടെ കൺസൾട്ടേഷനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒറ്റ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത നെക്സ്റ്റ് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്. താങ്ക് യു. ഞാൻ അടുത്ത ഫോട്ടോയിൽ വീഡിയോ ആയിട്ട് നിങ്ങളെടുത്ത് വരാം. എല്ലാവരോടും താങ്ക് യു. ഇൻഫിനിറ്റി റോക്സ്. താങ്ക് യു വെരി മച്ച്.